ഞാൻ രാവിലെ ഒരു ക്രിക്കറ്റ് മാച്ചിനൊക്കെ പോയി ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ അടിച്ച് കുറച്ച് സമാധാനമായിട്ടൊരു കോണ്ടന്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പേർലി മാണി ഷോ കാണാനിടയായത്. അപ്പോൾ നോക്കുമ്പോൾ സായി പല്ലവി പേർലി മാണി ഷോയിൽ. ഇന്നാ ശരി, സായി പല്ലവിയാണ്. ഞാൻ സായി പല്ലവീൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് കണ്ടു. അവരുടെ ഒരു മൂവി അമരൻ നാളെ റിലീസാണ്. അപ്പോൾ ആ മൂവി റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് എ കോൺട്രവേഴ്സി ഓൾസോ റിലേറ്റഡ് ടു ദിസ് മൂവി. ഓക്കെ, അപ്പോൾ അമരൻ റിലീസിന് മുമ്പ് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചെന്ന് ആക്ഷേപം, നടി സായി പല്ലവിക്കെതിരെ സൈബർ ആക്രമണം, അമരൻ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം, ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള പരാമർശം, പഴയ അഭിമുഖത്തിൽ പുലിവാൽ പിടിച്ച് സായി പല്ലവി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് പേർലി മാണി ഷോ കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടു. ബട്ട് അതൊരു ഫൺ വേറെ സൈഡായിരുന്നു പേർലി മാണി ഷോ വിത്ത് സായി പല്ലവി. ഒരു രക്ഷയില്ല, കാണാത്തവരുടെ പോയിക്കൊണ്ട് ഭയങ്കര രസമായിട്ട് അതങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ സായി പല്ലവി റിലേറ്റഡ് ആയിട്ട് എന്താണ് ഈ ഒരു കോൺട്രവേഴ്സി, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കാരണം സാധാരണ രീതിയിൽ ബോയ്ക്കോട്ട് ഹാഷ്ടാഗുകൾ ഇറങ്ങും. അമരൻ സിനിമയ്ക്കല്ല ഇവിടെ ഹാഷ്ടാഗ് ബോയ്ക്കോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഹാഷ്ടാഗ് ബോയ്ക്കോട്ട് സായി പല്ലവിക്കെതിരെയാണ് വന്നിട്ടുള്ളത്. 2 കൊല്ലം മുമ്പ് ഇവർ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് യൂട്യൂബിലും എക്സിലും ഫേസ്ബുക്കിലുമായിട്ട് തുരുതുരാ ബോയ്ക്കോട്ട് സായി പല്ലവി, ഹാഷ്ടാഗ് ബോയ്ക്കോട്ട് സായി പല്ലവി എന്ന് പറഞ്ഞ് ഈ സാധനം അടിച്ചിറങ്ങുന്നത്. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ആർമി റിലേറ്റഡ് ആയിട്ട് അമരൻ വരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇവരുടെ ഒരു മൂവി വരാൻ പോകുന്നത് രാമായണാണ്. അപ്പോൾ അതിൽ സീതയായിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സംഘ് ടീമിന് 2 കൊല്ലം മുമ്പ് ഇവർ പറഞ്ഞ കാര്യം അവിടെ വിടാനായിട്ടില്ല. വീണ്ടും കുത്തിപ്പൊക്കി പിടിച്ച് വരികയാണ് ബോയ്ക്കോട്ടും പറഞ്ഞിട്ട്. അവിടെ അതാണല്ലോ വിഷയം, ചില ആളുകൾക്കെതിരെ ബോയ്ക്കോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഫോർ മീ സായി പല്ലവി എന്ന് പറയുന്നത് നമുക്ക് ബലർമിസ്, പിന്നെ ഫിദ എന്ന് പറഞ്ഞ മൂവിയിൽ വച്ചിൻ്റെ മെല്ലൊക്കെ വച്ചിൻ്റെ പാട്ട് പോലെ. അപ്പോൾ സായി പല്ലവി എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും ലൈക്ക് എന്താ പറയുക, വളരെ സോഫ്റ്റ് സട്ടിലായിട്ട് എപ്പോഴും അവർ ഇൻ്റർവ്യൂ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും അവരുടെ സിനിമ അങ്ങനെയൊന്നുമില്ല. സായി പല്ലവി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രേമം മനസ്സിലേക്ക് കടന്നു വരും, അലോൺലിസ് നമുക്ക് മനസ്സിലേക്ക് വരും. അപ്പം അങ്ങനെയാണ് സായി പല്ലവി എന്ന് പറയുമ്പോൾ നമുക്ക്. അല്ലാതെ ഒരു എന്താ പറയുക, ചില ആക്ട്രസ്മാരുണ്ടല്ലോ, ചില സിനിമ സെലിബ്രിറ്റീസ് ഉണ്ട്, അവരെപ്പോഴും നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നിരന്തരം സിനിമ, അങ്ങനെയല്ല. ഒരു വൺ ടൈം ഇതിൽ തന്നെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു പോയൊരു മുഖമാണ് സായി പല്ലവി. അതും ആ പതിഞ്ഞൊരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സായി പല്ലവിനെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി എന്തിനിടെ ഈ സാധനങ്ങൾ എടുത്ത് അടിക്കുന്നത്, അതും മേജർ മുകുന്ദ് വരദരാജനെ കുറിച്ചുള്ള മൂവിയാണ്. അപ്പോൾ അതിനിടയിൽ ഈ സാധനം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര സ്കീമാണ് മക്കളെ. ഞാനിന്നൊരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടത്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് പണിയാണ് കാണിക്കണമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. आखिर कौन है ये देशद्रोही एक्ट्रेस जो रहती हिंदुस्तान में है लेकिन इन्हें पाकिस्तान पसंद है, और क्यों लोग इसे भर भर के गालियां दे रहे हैं? दोस्तों, ये साउथ मूवी इंडस्ट्री की एक एक्ट्रेस है, इनका नाम है साई पल्लवी, लेकिन हम इन्हें कहेंगे पाकिस्तानी पल्लवी, क्योंकि भाइयों अभी हाल ही में इन्होंने एक भाषण में कहा है कि हमारे हिंदुस्तान के जो इंडियन आर्मी है, സായി പല്ലവി അല്ല പാകിസ്ഥാനി പല്ലവി. എടാ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലും ഉണ്ട്, അതായത് ഈ എന്താണോ നോർത്തിൽ പറയുന്നത് അത് ചാണകുണ്ട മോതിരി വിഴുങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവർ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂവിലെ പോർഷൻ, ഇന്ത്യൻ ആർമിയെക്കുറിച്ച് പറഞ്ഞതും പിന്നെ അവർ കശ്മീർ ഫയൽസ് കണ്ടതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ഇത് രണ്ടും കൂടി ഞാൻ വെച്ച് തരാം. അവർ പറയുന്ന 2 പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച്, 2 രാജ്യത്തുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്. പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ബോർഡറിലുള്ള ഇന്ത്യൻ സൈനികരെ കാണുമ്പോൾ ടെററിസ്റ്റാണ് എന്ന് തോന്നും, അത് അവരുടെ പേഴ്സ്പെക്റ്റീവ്. പാകിസ്ഥാനിലുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് അവിടെ ബോർഡറിൽ നിൽക്കുന്ന അവരുടെ ആളുകൾ ടെററിസ്റ്റാണെന്ന് തോന്നും, അത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്. ഇത്രയേ അവർ ആ പേഴ്സ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ പറയുന്നത്. അല്ലാതെ അവരെവിടെയും ഇവിടെ ഇന്ത്യൻ ആർമി ഒരു ടെററിസ്റ്റാന്നുള്ളത് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് പാകിസ്ഥാനി സീസ് ഇന്ത്യൻ ആർമി ആസ് എ ടെററിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പം അത് പാകിസ്ഥാനിലുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങനെ ആയിരിക്കാം എന്നാണ് അവർ പറയുന്നത്. അത് അവർ ഇവിടെ ചാടി കയറിയിട്ട് ഇന്ത്യൻ ആർമീനെ പറഞ്ഞതായിട്ട് ഇനീഷ്യലി എനിക്ക്
തോന്നിയിട്ടില്ല. ബട്ട് കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഇത് മാത്രമല്ല, അവർ പറഞ്ഞ വേറൊരു കാര്യമുള്ളത്, ഈ കശ്മീരി ഫയൽസ് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞതാണ്, അതായത് അവരോട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു ന്യൂട്രലാണ്, എനിക്ക് ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല, ഞാനൊരു ന്യൂട്രൽ ഫേസിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ, ഈ ന്യൂട്രൽ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു എക്സാമ്പിളും അവർ വെച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ സായി പല്ലവിനോട് ലെഫ്റ്റിസ്റ്റ് ആണോ റൈറ്റിസ്റ്റ് ആണോ ചോദിക്കുന്നത്, ഞാനൊരു ന്യൂട്രൽ ഫേസിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ എൻ്റെ ഫാമിലി എന്നെ അങ്ങനെയാണ് നോക്കിയത്, ഒരു മനുഷ്യൻ്റെ പ്രശ്നം വരുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രശ്നമായിട്ട് കാണാൻ അവിടെ റിലീജിയൻ എന്ന് പറഞ്ഞൊരു സാധനം മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് കാണുക, ഒരു ന്യൂട്രൽ ഫേസിൽ നിന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യുക, കാണുക, അതിൽ ഇടപെടുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. അതിനൊരു എക്സാമ്പിളായിട്ടാണ് അവർ പറയുന്നത്. കാശ്മീരി ഫയൽസ് കണ്ട സമയത്ത് അവിടെ കാശ്മീർ പണ്ഡിറ്റ്സിൻ്റെ ഒരു ജെനോസൈഡ് സംഗതിയൊക്കെ ആ സിനിമയിൽ കാണിച്ചു. ആൻഡ് അതേ സൈഡിൽ നമുക്ക് ഇപ്പുറത്ത്, അതായത് സിനിമ കണ്ട സമയത്താണ് അവർ ആ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് അതിൽ ഭയങ്കര ഒരു സങ്കടം, കാരണം ആ ഇൻസിഡൻറ്റ് മുള്ളൊരു സങ്കടം അവർക്ക് തോന്നി, കാശ്മീരി പണ്ഡിറ്റ്സിനെ അവർ ചെയ്തതും അല്ല അവിടെ ഉണ്ടായ ഇൻസിഡൻറ്റ് മൊത്തം. അതേപോലെ നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു പശുവിൻ്റെ ഇറച്ചിയും കൊണ്ടുപോയ ഒരു വ്യക്തിയെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി തല്ലിക്കൊന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നോക്കുമ്പോൾ അവർക്ക് വയലൻസാണ്, അതും വയലൻസാണ്, ഇതും വയലൻസാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ ഈ പറഞ്ഞ ഒരു സംഗതി, ഈ ഒരു പറഞ്ഞ സംഗതിൻ്റെ മുകളിൽ ഇവർ ശ്രീരാമനെ പറഞ്ഞു, ഇവർ മറ്റേ ഗോമാതാവിനെ പറഞ്ഞു, ഇവർ ഇന്ത്യൻ സൈന്യത്തെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സീനുകൾ തുടങ്ങിയത്. ഇനി നോക്കിക്കോ, കാലാകാലം സായി പല്ലവിക്ക് ഇരിക്കപ്പുറത്തുണ്ടാവില്ല. സായി പല്ലവിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും ഇവന്മാർ പണിയാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണം വരുന്നുണ്ട്, അവിടെ സീനാക്കും, അവിടെയും ബോയ്ക്കോട്ട് സായി പല്ലവി അടിക്കും. ഇപ്പം ഈ വരുന്ന അമരൻ എന്ന് പറഞ്ഞ സിനിമ അത് ഇന്ത്യൻ ആർമി റിലേറ്റഡ് ആണ്, അവിടെ ഇവർ ഈ പറഞ്ഞ പോലെ പോയിട്ട് ബോയ്ക്കോട്ട് അടിക്കും. എന്താണെങ്കിൽ ഇവർ ബോയ്ക്കോട്ട് അടിച്ച സിനിമകളൊക്കെ ഹിറ്റായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം, അല്ലേ? ഇവന്മാർ എപ്പോഴൊക്കെ നോർത്തിൽ ബോയ്ക്കോട്ട് അടിച്ച് സാധനം വെച്ചിട്ടുണ്ടോ അതൊക്കെ കയറി കൊളത്തിയിട്ടുണ്ട്. പിന്നെ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നാഷണൽ വാർ മെമ്മോറിയലിൽ ചെന്നിട്ട്, മേജർ മുകുന്ദരാജൻ്റെ അവിടെ ഒരു പൂക്കളൊക്കെ അർപ്പിക്കുന്ന ഒരു പോസ്റ്റ്. ആ പോസ്റ്റിനടിയിലാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ ചെന്നിട്ട് വൺ ഡയലോഗാണ്, സീനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ്, ഓക്കെ, ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും എന്താ പറയുക, ഒരു ജാതി മതം പൊളിറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ചിന്തിക്കും, പക്ഷേ എക്സ്ട്രീമിസ്റ്റ് ആവില്ല, ന്യൂട്രൽ ഫേസിലായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവും. ഇപ്പോൾ എൻ്റെ വ്യൂവർഷിപ്പിലാണെന്നുണ്ടെങ്കിലും എക്സ്ട്രീം മത ചിന്താഗതിയോ എക്സ്ട്രീം പൊളിറ്റിക്കൽ ചിന്താഗതിയോ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷേ അത് എണ്ണത്തിൽ കുറവായിരിക്കും. ന്യൂട്രലായിട്ട് നമ്മുടെ ഒരു ദിവസം എങ്ങനെ കഞ്ഞിയും കുടിച്ച് പോകണമെന്ന് ആലോചിക്കുന്നവരായിരിക്കും നമ്മൾ. ഈ സായി പല്ലവീൻ്റെ അതേ മൈൻഡ് സെറ്റായിരിക്കും നമ്മളുള്ളത്. മനുഷ്യൻ്റെ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം എന്താണെന്ന് പഠിക്കുക, ആ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക. അവിടെ ജാതിയോ മതം അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും ആരും പോകൂലടി. അതാണ് അവർ പറയാൻ വെച്ചത്. അത് 2 കൊല്ലം മുന്നേ പറഞ്ഞും വെച്ചു. അപ്പോഴത്തേക്ക് ഇനി ഇവരെ അങ്ങോട്ട് കൊല്ലാക്കൊല്ലയാണ്. ഇവരിതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടിയത്. ഈ ഇൻ്റർവ്യൂ ഭയങ്കര കോൺട്രവേഴ്സി ആയപ്പോൾ 2 കൊല്ലം മുമ്പ് തന്നെ ഇവരൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്ലനേഷൻ്റെ അകത്തും ഇവർ കണ്ടിന്യൂസ്ലി പറഞ്ഞു വെക്കുന്നത് ഇതാണ്, അതായത് ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വേറൊരു മനുഷ്യന് വാല്യൂ കൊടുക്കുന്നു, ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് 2 എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കശ്മീരി പണ്ഡിറ്റ്സിൻ്റെ കാര്യവും പിന്നെ ബീഫ് കൊണ്ടുപോകുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ട് തല്ലിക്കൊന്ന ഒരാളുടെ കാര്യമൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞാൽ അതിനകത്താണ് സായി പല്ലവി പറഞ്ഞത്. അതും മനസ്സിലാക്കാതെ അത് അവിടെയും വിടാതെ അവിടുന്ന് എടുത്തു കൊണ്ടുവരികയാണ്. ഓക്കെ, പേർലി മാണി ഷോയിൽ സായി പല്ലവിയോട് പേർലി ഒരു കാര്യം പറയുന്നുണ്ട്. വാട്ട് ഈസ് പേർലി മാണി ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ എല്ലാ മലയാളികൾ. ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ സായി പല്ലവിനെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ സായി പല്ലവിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് സായി പല്ലവിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനൊരു കാര്യം പേർലി മാണി പറയുന്നുണ്ട്. You know, I know that you are a person who's been the stable, same person from the beginning till the end, till now, and I don't think you're going to change anymore. But how do you remain this way? I know this is not constant, so why would you take something that isn't constant? Everybody has a phase. Ellarkume oru time irukku. I'm just happy that I have this opportunity to நல்ல சினிமா நல்ல கேரக்டர்ஸ் பண்ணுறதுக்கு எனக்கு ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிருக்கு. ஐம் ஹாப்பி. வென் ஐம் ஹியர் ஐம் டேக்கிங் இட் அண்ட் என்ஜாயிங், பட் ஐ நோ தட் தெர் வில் பி அ டைம் ஃபார் ஆல் ஆஃப் அஸ் டு கிவ் ரூம் ஃபார் மோர் talents that are coming up. Like you see, Urvashi ma'am still shining in her place. Yes. So I think each of one of us who யாருக்கெல்லாம் வந்து அவங்களுக்கு அவ்வளோ ஒரு பேஷன் இருக்கோ சினிமா பற்றி,
அவங்களுக்கெல்லாம் அவங்கவுங்க ஸ்பேஸ் இருக்கும் until the end of time. Yes. It's just that now you feel like interviewing me. Yeah. That is all. That's why we are even over here. No, After a while, I think even if we don't see your interviews, there are certain actors, we love them for their acting. Certain actors, we love them for their looks. But certain actors or celebrities, we love them for who they are. லைக் நீங்க எப்படி இருக்கீங்களோ அது மாதிரியே நாங்க உங்களை லவ் பண்றோம். அதுக்காக ஒரு கைடி கொடுங்க. she's speaking such good Tamil. അതാണ് ആ ഒരു ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടില്ലേ. ഞാനൊക്കെ അങ്ങനെ, എനിക്ക് സായി പല്ലവി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കുറേ ഇൻ്റർവ്യൂസ് നമുക്ക് അടുത്തറിഞ്ഞ ആളൊന്നും ഇല്ലടി, പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻ്റർവ്യൂസ് കാണുമ്പോഴും അവർ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ആ ക്യാരക്ടറോട് കൊള്ളാലോ. ഒരു ബാക്കി നടിമാരെ പോലെയല്ല. ഓക്കെ, ഇവർ കാര്യങ്ങളും പറയുന്നുണ്ട്, ഇവർക്ക് ആ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ഫേസ് ഉണ്ട്. അങ്ങനെ 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 നോക്കുന്ന സമയത്ത് ആ ഒരു ഓക്കെ കൊള്ളാം, ഇവർ ഈ ഒരു ഫീലാണ്. ഓക്കെ, ഇതല്ലാതെ ഈ നോർത്തിലുള്ള കുറേ നമ്മുടെ നാട്ടിലും കാണും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു സിനിമ പറയുമ്പോഴത്തേക്ക് ബോയ്ക്കോട്ട്, അവർ പണ്ട് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവർ പണ്ട് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവർ പണ്ട് മറ്റേ പശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് തോണ്ടി തിരഞ്ഞെടുത്ത്, അതിന് PR ആണോ എന്ന് അറിയാൻ പാടില്ല. മനസ്സിലായത്? PR വർക്കാണോ എന്ന് അറിയാൻ പാടില്ല. കാരണം കറക്റ്റ് ടൈമിൽ ഒരു പടം ഇറങ്ങണ കറക്റ്റ് ടൈമിൽ #ബോയ്ക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ചു ആ പടം ഹിറ്റായിരിക്കും. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. എത്രത്തോളം ഇവന്മാർ ഈ സംഘ് ടീം, അതും പ്രത്യേകിച്ച് സംഘ് ടീമിൻ്റെ #ബോയ്ക്കോട്ടിന് അങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ട്. ഇവന്മാർ എത്രത്തോളം അടി താത്താൻ നോക്കണം അത്രത്തോളം പടം കയറി കൊളുത്താറാണ് സാധ്യത. എന്താണെങ്കിലും അവരെൻ്റെ അവസ്ഥ നാളെ കണ്ടിട്ടേ പറയാൻ പറ്റൂ. പക്ഷെ ഞാൻ പറയുമ്പോൾ ഈ പറഞ്ഞ സായി പല്ലവിക്കെതിരുള്ള സൈബർ ആക്രമണം, അല്ലെങ്കിൽ സായി പല്ലവി ഇന്ത്യൻ ആർമിയെ പറഞ്ഞു, സായി പല്ലവി ശ്രീരാമനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ആളുകളും വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഈ പോസ്റ്റുകൾക്ക് അടിയിലൊക്കെ വരുന്ന കമൻറ്റുകളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഏഷ്യാനെറ്റ് പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ കുറേ സംഘ് ടീമിൻ്റെ കമൻറ്റുകളുണ്ട് സായി പല്ലവിക്കെതിരെ. എമ്മാതിരി സാധനങ്ങൾ അറിയും. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ജാതിയും മതവും ഇതൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. ആയിക്കോ, എക്സ്ട്രീം ആവരുത്.